الشيطان الرجيم بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ വിശദീകരണത്തിനിടക്ക് പ്രസിദ്ധമായ ഹുദൈബിയ കരാറും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളുമാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം അല്ലാഹു പറഞ്ഞതെന്താണ്? ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയെ, താങ്കളുടെ മുമ്പ് കഴിഞ്ഞതും ഇനി വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാപം പൊറുക്കുക എന്നതുകൊണ്ടുള്ള വിവക്ഷ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുവരെയുള്ള ജീവിതത്തിനിടക്കോ വരാൻ പോകുന്ന ജീവിതത്തിനിടക്കോ വലിയ രൂപത്തിലുള്ള കുറ്റകരമായ ശിക്ഷക്ക് നിമിത്തമാകുന്ന, ശിക്ഷാർഹമായി തീരുന്ന ഏതെങ്കിലും ഒരു കർമ്മം ചെയ്തിട്ടുണ്ട് എന്നല്ല. അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം പാപങ്ങളിൽ നിന്നെല്ലാം പരിശുദ്ധനാകുന്നു. അതാ നമ്മുടെ വിശ്വാസം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് പ്രവാചകന്മാരെല്ലാം മഅസൂമുകളാണ്. അവർക്ക് അല്ലാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാകും. ശിക്ഷാർഹമായി തീരുന്ന കുറ്റം എന്ന് പറയപ്പെടാവുന്ന നിലക്കുള്ള കുറ്റകരമായ കാര്യങ്ങളൊന്നും അവരിൽ നിന്ന് സംഭവിക്കൂല. അതേ അവസരത്തിൽ അവരുടെ ഉന്നത പദവിയെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ആ ഉന്നതമായ പദവിക്ക് യോജിക്കാത്ത നിലക്കുള്ള ചെറിയ ചെറിയ രൂപത്തിലുള്ള നിസ്സാരമായ അബദ്ധങ്ങൾ അവരിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്ക് തന്നെ അല്ലാഹു ഉടനടി അതെന്ത് ചെയ്യുന്നു? അപ്പൊ തന്നെ അങ്ങ് തിരുത്തി കൊടുക്കും. അതാണ് അബസവത്തവല്ല. അന്ധൻ വന്നപ്പോൾ, അബ്ദുല്ലാഹി ഇബ്നു ഉം മക്തൂം റളിയല്ലാഹു അൻഹു വന്നപ്പോഴുണ്ടായ പെരുമാറ്റത്തെ കുറിച്ചൊക്കെ അല്ലാഹു തആല പറഞ്ഞു കൊടുത്തല്ലോ. ഇതേപോലെയുള്ള അത്തരത്തിലുള്ള വലിയ മഹാന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം തെറ്റുപോലുമല്ല. അങ്ങനത്തെ കാര്യങ്ങൾ അവിടുത്തെ പദവിയുടെ അത്യുന്നതമായ പദവിക്കത് ഒരൽപ്പം യോജിപ്പ് കുറവുണ്ട് എന്ന നിലക്ക് അല്ലാഹു അത് ഉടനെ തിരുത്തി കൊടുക്കും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു കൊടുത്ത സന്തോഷ വാർത്തയാണ്. ഒരു പാപമില്ലാത്ത നിലക്കെല്ലാം പൊറുക്കപ്പെട്ട ഹൃദയത്തിന്റെ ഉടമയാണ് അങ്ങെന്ന് ഖുർആൻ ആ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഖുർആനാണ് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, അങ്ങനത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അള്ളാഹ് അറിയിച്ചു കൊടുത്തു. എല്ലാം പൊറുക്കപ്പെട്ടയാളാണ്, നിങ്ങൾക്കെല്ലാം പൊറുത്തു തന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നോട് എന്റെ റബ്ബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആ അർത്ഥത്തിൽ അത് കേട്ട നിമിഷം മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടിട്ട് മതിമറന്ന് അഹങ്കരിച്ചു പോയിട്ടില്ല. അത് കേട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി എനിക്കൊന്നും ഭയപ്പെടാനില്ല എന്ന് കരുതി വെറുതെ ഇരുന്നിട്ടുമില്ല. നമ്മൾ മനസ്സിലാക്കണം, ഇവിടെയാ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു പാപവും ചെയ്യാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ അറിയിപ്പ് അള്ളാന്റെ അടുക്കൽ നിന്ന് കിട്ടിയ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ ഇപ്പൊ എന്നെ പറ്റി അള്ള പറഞ്ഞു തന്നല്ലോ, ഇനി എന്റെ കാര്യം സമാധാനായി, ഇനി എനിക്കൊന്നും പേടിക്കാനില്ല എന്ന് ആ കിട്ടിയ സന്തോഷ വാർത്തയിൽ മതിമറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഹ്ലാദിച്ചിട്ടില്ല. മതിമറന്ന് ഏതെങ്കിലും ഇബാദത്തുകളിൽ നിന്ന് വീഴ്ച വരുത്തിയിട്ടില്ല, അഹങ്കരിച്ചിട്ടില്ല. നേരെ മറിച്ചാണ് അനുഭവമെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹാ അവര് രേഖപ്പെടുത്തുന്നു. കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി, അല്ലാഹുവിന്റെ പ്രവാചകനതാ രാത്രിയിൽ എഴുന്നേറ്റ് ഉറക്കമൊഴിച്ച് നിസ്കരിക്കുന്നു. ഹത്താ തരിമ ഖദമാ, അവിടുത്തെ ഇരുകാലുകളിലും നീര് വന്ന് വീർക്കുവോളം. നൃത്തത്തിന്റെ ദൈർഘ്യം നിമിത്തം സുദീർഘമായി നിന്ന് നീണ്ട നിസ്കാരം നിസ്കരിക്കുന്നത് ആയിഷ റളിയല്ലാഹു തആല അൻഹ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതസ്നഉ ഹാദാ വഖദ് ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ.
അള്ളാഹ് അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളുടെ മുൻകഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാം പൊറുക്കപ്പെട്ടിട്ടുണ്ട്, ഒന്നും ബാക്കിയില്ല. ആ നിലക്ക് പടച്ചവന്റെ അള്ളാഹുവിന്റെ പ്രത്യേകമായ നിലക്കുള്ള ആ സന്തോഷ വാർത്ത കിട്ടിയ അങ്ങന്ന് എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെട്ട് പിന്നെയും രാത്രിയിൽ നിസ്കരിച്ച് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ ആയിഷ, ഓ ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഞാൻ അല്ലാഹുവിന് ഏറെ നന്ദി ചെയ്യുന്ന ഒരു അടിമയായി മാറേണ്ടതില്ലയോ? ഞാൻ എൻ്റെ റബ്ബിന് ധാരാളം നന്ദി ചെയ്യുന്ന, ഷാക്കിറ എന്നല്ല ശക്കൂറ, ധാരാളം നന്ദി ചെയ്യേണ്ട ഒരാളാണ് ഞാന്. വീണ്ടും സുദീർഘമായി നിസ്കരിക്കുകയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വം, അവിടുത്തെ മാഹാത്മ്യം, അവിടുന്ന് ഒരിക്കലും തെറ്റുകളിൽ മുഴുകിയ ജീവിതം നയിച്ച ആളല്ല. ഇന്നും ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നവർ, അവിടുത്തെ മനസ്സ് ക്രൂരമായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട്. അതേ, അവിടുത്തെ പേരിൽ കാർട്ടൂണ് വരച്ചവരുണ്ട്. അവിടുത്തെ തലയിൽ ഒരു ബോംബിന്റെ തലപ്പാവ് വെച്ച് വരച്ചവരുണ്ട്. അതേ, വേശ്യകളുടെ ചിത്രത്തിന്റെ കൂടെ അവിടുത്തേതാണെന്ന് പറഞ്ഞുകൊണ്ട് കാർട്ടൂണ് വരച്ച ഏറ്റവും വലിയ തെമ്മാടികളുണ്ട്. അതുപോലെ തന്നെ ഒരു കഴുതയുടെ ചിത്രം വരച്ചുകൊണ്ട് പേര് മുഹമ്മദ് എന്ന് എഴുതി വെച്ച ദുഷ്ടന്മാരുണ്ട്. സ്ത്രീ ലംബടനായിരുന്നു എന്ന് പറഞ്ഞ ആളുകളുണ്ട്, തെമ്മാടികളുണ്ട്. അവരുടെ എല്ലാ വാദങ്ങളും അവരുടെ നാവിനും തൂലികക്കും അവർക്ക് തോന്നുന്നത് എഴുതിവിടുന്നു എന്നതല്ലാതെ വസ്തുനിഷ്ഠമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അറപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവൽ അവിടുത്തേക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഈ സൂറത്തിൽ തന്നെ, ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീനാ ലിയഗ്ഫിറ ലകല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ. എന്നിട്ടും നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം 70 തവണ, ഒരു റിപ്പോർട്ട് പ്രകാരം 100 തവണ ഞാൻ എന്റെ റബ്ബിനോട് പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് ജനങ്ങളെ. അതുകൊണ്ട് നിങ്ങളും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ എന്ന് അവിടുന്ന് നമ്മോട് ഉപദേശിക്കുന്നു. അള്ളാഹുവിന്റെ മുമ്പിലതാ വല്ലതും വന്നുപോയോ, ഒന്നും വരാതെ തന്നെ വല്ലതും വന്നുപോയോ എന്ന കുറ്റബോധത്തോടെ റബ്ബിനോട് നിരന്തരമായി തേടുന്നു. അത്രയും പരിശുദ്ധമായ നിർമ്മലമായ ഹൃദയത്തിന്റെ ഉടമയായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മഹത്വമാണ് ഈ അധ്യായത്തിലെ ആ ഭാഗങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. രണ്ടാമത് അല്ലാഹു തആല റസൂലുള്ളാഹിനോട് പറയുന്നത്, വയുതിമ്മ നിഅമതഹു അലൈക, താങ്കളുടെ മേൽ അല്ലാഹു അവന്റെ അനുഗ്രഹത്തെ പരിപൂർണമാക്കി തരുവാനും. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ ഒരുപാട് നിഅമത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയിട്ടുണ്ട്. വയൻസുറകല്ലാഹു നസ്റൻ അസീസാ, അതേ, അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് കീഴൊതുങ്ങിക്കൊണ്ട് അല്ല പറഞ്ഞതിൽ യാതൊരു നിലക്കുള്ള വിഷമവുമില്ലാതെ ശത്രുക്കൾക്കെതിരിലും പടച്ച റബ്ബ് എന്താണോ പറഞ്ഞതെങ്കിൽ അതിൽ അടിയുറച്ചു നിന്നപ്പോൾ അതിലൂടെ അല്ല വലിയ വിജയം കൊടുത്തു. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ ശത്രുക്കൾക്കെതിരെ സ്വീകരിച്ച നയ നടപടിയിൽ പോലും കമാ ജാഅ ഫിൽ ഹദീസ് സഹീഹ്, അവിടുത്തേക്ക് കിട്ടിയ സഹായം എന്താണ്? അവിടുന്ന് പഠിപ്പിച്ച ഒരു ആദർശമുണ്ട്. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ, ഒരടിമയും മാപ്പ് നൽകൽ കൊണ്ട് അന്തസ്സല്ലാതെ വർദ്ധിക്കുകയില്ല. നമ്മൾ മാപ്പ് കൊടുത്തത് കൊണ്ട് അന്തസ് കൂടലല്ലാതെ കുറയൂല. വമാ തവാദഅ അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹു അല്ലാഹു, അല്ലാഹ്ക്ക് വേണ്ടി ആരെങ്കിലും ഒന്ന് വിനയം കാണിച്ചാൽ അതുകൊണ്ടവൻ താഴ്ന്നുപോയി എന്ന് ധരിക്കേണ്ടതില്ല. അള്ളയവന്റെ അന്തസ് ഉയർത്താതിരിക്കുകയില്ല, അവനല്ല സ്ഥാനക്കയറ്റം കൊടുക്കാതിരിക്കുകയില്ല. കണ്ടോ, താൽക്കാലികമായി ഇവിടെ സുഹൈലിന്റെ മുമ്പിൽ ഒന്ന് കുറഞ്ഞു കൊടുത്തു. ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞപ്പോ വേണ്ടാന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ സമ്മതിച്ചു. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ മിൻ മുഹമ്മദ് ബിൻ അബ്ദില്ലാ എന്ന് എഴുതി. അങ്ങനെ പല കാര്യങ്ങളിലും ഓരോന്നിലും വിട്ടുവീഴ്ച ചെയ്തു. അതിലൊക്കെ എന്താണ്? അള്ളാന്റെ ആ കാവല, പടച്ച റബ്ബ് ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. അതെ, ഇപ്പൊ ഒരു വിട്ടുവീഴ്ച ഇത് വമ്പിച്ച വിജയത്തിലേക്കുള്ള ഒരു തോറ്റുകൊടുക്കലാണ് എന്ന നിലക്ക് അത് വമ്പിച്ച രൂപത്തിലുള്ള സഹായം. വയൻസുറകല്ലാഹു നസ്റൻ അസീസാ, ഏറ്റവും അന്തസ്സാർന്ന രൂപത്തിലുള്ള സഹായം താങ്കൾക്ക് കിട്ടുവാൻ വേണ്ടി. വയഹ്ദിയക സിറാത്തൻ മുസ്തഖീമ, ഏറ്റവും നേരായ റൂട്ടിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് ഗമിക്കുവാനുള്ള കാരണമായി ഈ അവസ്ഥയിൽ അല്ലാഹു തആല ഇതിനെ മാറ്റിമറിക്കുകയുണ്ടായി എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇസ്ലാമികമായ കാര്യങ്ങളെ യഥാർത്ഥമായ നിലക്ക് ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും
ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടുന്ന പാഠങ്ങളെ യഥാർത്ഥമായ സന്മനസ്സോടുകൂടി ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ശുദ്ധീകരിക്കുവാനും നാം എല്ലാവരും തയ്യാറാവുക. അല്ലാഹു റബ്ബുൽ ആലമീൻ ദീനിനു വേണ്ടി ത്യാഗം സഹിച്ച മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അവിടുത്തെ ആദർശ ദൃഢതയുള്ള സഹാബ കിറാം അവരുടെയും പാത പഠിച്ച് കേൾക്കുന്ന നമ്മൾ ആ ആദർശത്തോടെ, ആ വീര്യത്തോടെ ഇസ്ലാമിക ദഅ്വ രംഗത്ത്, പ്രബോധന രംഗത്ത്, പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുന്ന മേഖലയിലൊക്കെ ശുഷ്കാന്തിയുള്ളവരായി തീരണം എന്ന് ഈ അവസരത്തിൽ എന്നോടും നിങ്ങളോടും ഒരു വസിയത്ത് നിലകൊണർത്തുകയാണ്.